ഇത് ടാറ്റയുടെ FRP വെസലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആഴ്ചയിലൊരിക്കൽ ഇത് ബാക്ക് വാഷ് ചെയ്യേണ്ട രീതി എന്നെങ്ങനെയെന്ന് പറഞ്ഞാൽ, ആഴ്ചയിലൊരിക്കൽ നമ്മൾ ചെയ്യണം. നോർമൽ ഫിൽറ്ററിലാണ് ഇത് കെടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഫിൽറ്റർ ഒന്നെന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് കെടുക്കുന്നുണ്ടാവുക. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്നിന് നേരെ തിരിച്ച് വലത്തോട്ട് തിരിച്ചിട്ട് 2 ബാക്ക് വാഷ് എന്ന് കൊടുത്തിട്ടുണ്ടാവും, അതിലേക്ക് ഇടുക. അപ്പോൾ ഇപ്പോൾ ഇത് പുതിയ വെസലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെളിയൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ ഏകദേശം ഒരാഴ്ച നമ്മൾ വെക്കുമ്പോൾ നല്ലോണം ചെളി ഉണ്ടാവും. ഈ ചെളി ആദ്യം നല്ലോണം പോയതിന് ശേഷം ഇളം മഞ്ഞ നിറത്തിലേക്ക് വരും. ഇളം മഞ്ഞ നിറത്തിലേക്ക് വരുമ്പോൾ ഇതെന്ത് ചെയ്യുക, 2-ൽ നിന്നും തിരിച്ചിട്ട് റിൻസ് 3-ലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. 3-ലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളൊന്നും കൂടെ പുഷ് ചെയ്ത് കളയേണ്ടി വരും ചില സമയങ്ങളിൽ ചെളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വീണ്ടും തിരിച്ച് സെക്കൻഡിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. തിരിക്കുമ്പോൾ കുറച്ചും കൂടെ പുഷായിട്ട് പോകുന്നത് കാണാം. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം ഒരു 2-3 വട്ടം നമ്മൾ തിരിച്ച് 3-ലേക്കും 2-ലേക്കും ആക്കി കൊടുക്കുക. അതിന് ശേഷം തിരിച്ച് 2-ൽ തന്നെ ഒരു 2 മിനിറ്റ് കൂടി ഇട്ട് വയ്ക്കുക. അപ്പോൾ ചെളി ഒന്നും കൂടെ പുഷായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ 2-ൽ നിന്നും 3-ലേക്ക് ഇടുക. 3-ലേക്ക് ഇട്ടിട്ട് വെള്ളം നോക്കുക. എപ്പോഴും നമ്മൾ വെള്ളം നോക്കണം, സമയം നോക്കിയിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ വെള്ളം ക്ലിയർ ആവുന്നത് കാണാം. ഇപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല, ഇനി ഒരു ആഴ്ച കഴിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നല്ലോണം ചെളി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വെള്ളം മിക്സായിട്ട് ക്ലിയർ ആയിട്ട് പോകും. അപ്പോൾ ക്ലിയർ ആവുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, 3-ൽ നിന്നും തിരിച്ച് 1-ലേക്ക് തന്നെ ഇടുക. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് 1, 2, 3, 1 അങ്ങനെയാണ് പാറ്റേൺ. നല്ലോണം ചെളി ഉണ്ടെങ്കിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും മേലേക്കും താഴേക്കും 1, 2, 3 വട്ടം മേലേക്കും താഴേക്കാക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് 2 ഓപ്ഷൻ കൂടിയുണ്ട്. ഒന്ന് ഇൻലെറ്റ് എന്നുള്ള ഓപ്ഷനാണ്. അത് നമ്മൾ ഇൻലെറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പോകുന്ന വെള്ളം ഇപ്പോൾ ഡയറക്റ്റ് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടാങ്കത്തിൽ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇൻലെറ്റിലിട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് പോകും. ഇനിയിപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡയറക്റ്റ് കിടക്കുന്നത് ഇവിടെ വെള്ളം ഉണ്ടാവില്ല. ഡയറക്റ്റ് വെള്ളം നിങ്ങൾക്ക് ഉള്ളിലേക്കാണ് പോവുക. അതായത് ഇതിൽ കയറാതെ നമുക്ക് എന്തെങ്കിലും ഇതിന് പ്രശ്നം വന്നു വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ സർവീസ് ചെയ്യുന്ന ആൾ വരണം, അപ്പോൾ അതുവരെ നിങ്ങൾക്ക് വെള്ളം അത്ര അത്യാവശ്യമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇത് ഓപ്പോസിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വെള്ളം മേലെ നിന്ന് ഇതിൽ കൂടെ കയറിയിട്ട് പൈപ്പിലേക്ക് വരും. നമ്മുടെ വീട്ടിലത്തെ എല്ലാ പൈപ്പിലേക്കും പഴയ കണക്ഷൻ പോലെ വരും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് നേരം റിൻസിലിട്ടിട്ട് വെള്ളം ക്ലിയറായി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഫിൽറ്ററിലേക്ക് മാറ്റും. ഓക്കെ.